നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഞാനൊരു വീഡിയോ ചെയ്തത്. ആന്ധ്രയിലും തെലങ്കാനയിലും ക്രൈസ്തവരുടെ എണ്ണം ക്രമാതീതമായിട്ട് കൂടുന്നു. അതിനൊരു തെളിവ് കൂടെ ഞാൻ പറഞ്ഞു. ശബരിമലയിലും തിരുപ്പതിയിലും ആന്ധ്രയിൽ നിന്നും വരുന്നവരുടെ എണ്ണം വല്ലാതെ കുറയുന്നു. അപ്പോൾ അത് ഔദ്യോഗികമായിട്ട് ഞാൻ പറഞ്ഞതല്ല. ഞാനൊരു ഏകദേശ കണക്ക് വെച്ചാണ് ഇത് പറഞ്ഞത്. ഇപ്പം ഇപ്പോഴത്തെ രേവന്ത് റെഡ്ഡി സർക്കാർ തെലങ്കാനയിൽ അധികാരത്തിൽ വന്നപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു സംഭവമാണ് കാസ്റ്റ് ബേസ്ഡ് സെൻസസ് വേണം. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 6 മാസം കൊണ്ട് നടത്തിയ കാസ്റ്റ് സെൻസസ് അവിടുത്തെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥരെ സ്റ്റുഡൻസിനെയൊക്കെ വെച്ച് ഏകദേശം 3.5 കോടി ജനങ്ങൾക്ക് ഉള്ളിലാണ് ഈ സർവേ നടത്തിയത്. അപ്പം അതിൻ്റെ റിപ്പോർട്ട് 2 ദിവസം മുമ്പ് അവിടെ തെലങ്കാനയുടെ നിയമസഭയിൽ വെച്ചു, ടേബിളിൽ വെച്ചു. എന്താണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് മനസ്സിലാക്കുക. അതായത് കഴിഞ്ഞ 10 വർഷം മുമ്പ് നേരത്തെ നടത്തിയ നാഷണൽ സെൻസസിൽ അതിൻ്റെ അകത്ത് ക്രൈസ്തവരുടെ എണ്ണം പറയുന്ന 1.26 അത്രയേ ഉള്ളൂ. അതായത് 1.26% മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് ഈ പറയുന്ന സെൻസസ് എന്ന് പറയുന്ന നാഷണൽ സെൻസസ് അല്ല, സ്റ്റേറ്റ് നടത്തിയ സെൻസസാണ്. അതായത് കാസ്റ്റ് ബേസ്ഡ് എക്കോണമി, ഈ ബാക്ക്വേർഡ് ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട സെൻസസാണ് നടത്തിയത്. ആന്ധ്രയിലും മറ്റുള്ള പത്രങ്ങളിൽ, ചില പത്രങ്ങൾ, നാഷണൽ പത്രങ്ങളിലും ഇത് വലിയ വാർത്തയായിരിക്കുകയാണ്. അതായത് ആന്ധ്രയിൽ 56% ബാക്ക്വേർഡ് ക്ലാസ് ഉണ്ട്, ദാറ്റ് ഇൻക്ലൂഡിങ് മുസ്ലിംസ്. മറ്റുള്ള OBCയും ബാക്ക്വേർഡ് ക്ലാസ്സും അതേപോലെ ബാക്ക്വേർഡ് BC ട്രൈബ് എല്ലാം കൂടി ഉൾപ്പെടെയാണ് 56%, അതായത് മെജോറിറ്റി. ഇതിലേറ്റവും തമാശ എന്ന് പറയുന്നത് ഇപ്രാവശ്യത്തെ സർവേയിൽ കാണിച്ചിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം, ഈ ബാക്ക്വേർഡ് ക്ലാസ്സിൽ SCയും STക്കകത്തുള്ള വലിയൊരു ശതമാനം കൺവേർട്ടായി കഴിഞ്ഞാൽ അത് സർവേയിൽ പറയുന്നുണ്ട്. ഇത് തെലുങ്ക് പത്രങ്ങളിലും ചില നാഷണൽ മീഡിയയിലും വലിയ വാർത്തയായി വന്നു. അതായത് ക്രൈസ്തവരുടെ എണ്ണം ബാക്ക്വേർഡ് ക്ലാസ്സിൽ ഈ 57%-ൽ വലിയൊരു ശതമാനം, അതായത് 57-ൻ്റെ പകുതിയിലധികം അവിടെ ബാക്ക്വേർഡ് ക്ലാസ് അവർ കൺവേർട്ട് ചെയ്ത്. അതായത് മുസ്ലിംസ് 56-ൽ മുസ്ലിംസിൻ്റെ എണ്ണം പറഞ്ഞാൽ 10.7%. അവരും മറ്റേ അതർ OBC ആയിട്ട് അതിൻ്റെ ഒരുമിച്ചാണ് ആ കണക്കെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില വാർത്തകൾ വരുന്നു. സീരിയസ് ആണ്, നിങ്ങളിത് വായിച്ചു നോക്കാം. അപ്പോൾ ഞാൻ ഈ നേരത്തെ ആന്ധ്രയെപ്പറ്റി പറഞ്ഞതും പിന്നെ ഗവൺമെൻറ് അത് സാധൂകരിക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞ ആ വീഡിയോയിൽ കറക്റ്റാണ് സംഭവം. അതായത് ബാക്ക്വേർഡ് ക്ലാസ്സിൽ വലിയൊരു ശതമാനം, അതായത് 57-ൽ പകുതിയിലധികം, അതിൻ്റെ അധികം അവർ കൺവേർട്ടായി. അപ്പം ഇപ്രാവശ്യത്തെ സർവേയിൽ ചർച്ചുകൾക്ക് റോളുണ്ട്. അത് പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ്റ്റ് ചർച്ചുകളാണ് അവിടെ ഉള്ളത്. എന്താണ് ചർച്ച്? അവിടെ വരുന്ന വിശ്വാസികളോട് ഒരു ക്യാമ്പയിൻ നടത്തി. നിങ്ങളടുത്ത് സർവേക്ക് ആൾ വരുമ്പോൾ സത്യമേ പറയാവൂ, കള്ളം പറയരുത്. അതുപോലെ നിങ്ങളുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യണം. നിങ്ങൾ ക്രിസ്ത്യൻ ആണോ, ഹിന്ദു ആണോ, നിങ്ങളുടെ ബിലീഫ്സ് എന്താണെന്ന്. കാരണം എക്കണോമിക് സർവേ ആണ്, കാരണം സത്യമേ പറയാം. അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ഉണ്ടായത്, ഈ ബാക്ക്വേർഡ് ക്ലാസ്സിനകത്ത് വലിയൊരു ശതമാനം ആവശ്യപ്പെട്ടു അവർക്ക് റിസർവേഷൻ്റെ ആവശ്യമില്ല, കാരണം എക്കണോമിക്കലി വെല്ലാണ്. ഇതാണ് ബേസിക്കലി അവിടുത്തെ ഒപ്പോസിഷനായ ചന്ദ്രശേഖർ റാവുവിൻ്റെ പാർട്ടിയെ പോലും ഞെട്ടിച്ചിരിക്കുക. ഇതായാലും ഞാൻ ഈ പറയുന്നതിൻ്റെ അടിസ്ഥാനം നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ജിയോഗ്രഫിക്കലി ഡെമോഗ്രഫിക്കലി ഒക്കെ എടുത്തുള്ള ഒരു വലിയ സർവേ നടത്തിയത്. ഇതിൻ്റെ പല ലിങ്കുകളും നിങ്ങൾക്ക് വായിക്കാം ഗൂഗിൾ സെർച്ചിൽ പോയി കഴിഞ്ഞാൽ. പല തെലുങ്ക് പത്രങ്ങൾ ഇൻ ഡീറ്റെയിൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് അവിടെ ക്രിസ്ത്യൻസിനിടയ്ക്ക് പ്രോസ്പെരിറ്റി ഉണ്ടായി. അവർ നേരത്തെ ഹിന്ദു കമ്മ്യൂണിറ്റി ബാക്ക്വേർഡ് ക്ലാസ് ആയ സമയത്ത് അവർക്ക് ഈ റിസർവേഷൻ തൊഴിൽ വേണമായിരുന്നു. റിസർവേഷനിൽ അവർക്ക് അഡ്മിഷൻ വേണമായിരുന്നു. ഇപ്രാവശ്യം അവർ പറയുന്ന അധികം പേരും പറഞ്ഞേക്കുന്നത് അവർക്ക് ഈ പറയുന്ന ബാക്ക്വേർഡ് ക്ലാസിൻ്റെ റിസർവേഷനോട് താല്പര്യമില്ല. അവർ ഓപ്പൺ മെറിറ്റിൽ അവർ കോമ്പറ്റ് ചെയ്യാൻ തയ്യാറാണ്. കാരണം റീസൺ ഉണ്ട്. കാരണം അവിടെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന പോലെ ഗവൺമെൻറ് ജോലി ഇത്രേ കിട്ടത്തുള്ളൂ. കാരണം ഇവർക്കെല്ലാം എഡ്യൂക്കേഷനും കൂടെ കിട്ടി. ഇതാണ് സോഷ്യോ എക്കണോമിക് ചേഞ്ചാണ് ഞാൻ ഈ പറയുന്നത്, അല്ലാതെ ഞാൻ റിലീജിയനെ പറ്റിയല്ല ഈ പറയുന്നത്. എന്താണ് സോഷ്യോ എക്കണോമിക് ചേഞ്ച്? കാരണം അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടി, അവർക്ക് നല്ല ഹെൽത്ത് കിട്ടി, അവരുടെ ലൈഫ് സ്റ്റൈൽ മാറി, അവരുടെ സാമ്പത്തികം ഉയർന്നു.
അപ്പോഴവർക്ക് എന്താ വേണ്ടത്? അവർക്ക് ഈ പറയുന്ന റിസർവേഷൻ താല്പര്യം, ഗവൺമെൻറ് ജോബിനോട് താല്പര്യമില്ല. അവർ ഓപ്പൺ മെറിറ്റിൽ പോകാൻ തയ്യാറാണ്. ഞാൻ ഈ പറഞ്ഞ ഒരു പല ആൾക്കാരും വിദേശത്ത് പോയി പഠിക്കുകയാണ്. കാരണം അവർക്ക് ഈ വന്ന് ഇന്ത്യയിൽ വന്നിട്ട് ഈ പറയുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സർക്കാരിൻ്റെ ജോലിയൊന്നും താല്പര്യമില്ല. ഇതാണ് എൻ്റെ റീസൺ. നമ്മളതിൻ്റെ സോഷ്യോ എക്കണോമിക് റീസൺസ് നോക്കണം. ഇതാണ് കയറി അടിച്ചിരിക്കുന്നത്. അത് തരംഗമായി മാറി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആന്ധ്രയുടെ എടുത്തിട്ടില്ല. ഇത് തെലുങ്കാനയുടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തെലുങ്കാനയുടെ ഈ സംഭവം കണ്ടിട്ട്, കാരണം അവിടെ ഉള്ളവർക്കൊക്കെ അറിയാവുന്ന വസ്തുതയാണ്. ഇതിനകത്ത് ഈ പറയുന്ന അപ്പർ കാസ്റ്റ് എടുത്തിട്ടില്ല. അതായത് ഇത് അവർ ഈ കാസ്റ്റ് സെൻസസിനകത്ത് അവരുടെ കണക്കുകളൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല. അതായത് ഈ റാവു ആണെങ്കിൽ, റെഡ്ഡി ആണെങ്കിൽ, മറ്റുള്ള അപ്പർ കാസ്റ്റ്. ഇത് ഈ ബാക്ക്വേർഡ് ക്ലാസിൻ്റെ കാര്യമാണ് പറയുന്നത്. അതിനകത്താണ് മെജോറിറ്റി ആയിട്ടുള്ള സംഭവം ചെയ്യുക. ഇപ്പം ഞാൻ നേരത്തെ നിങ്ങളോട് പല ആവർത്തി പറഞ്ഞു, അവിടെയുള്ള പല അമ്പലങ്ങളും. കാരണം എനിക്കറിയാം, കാരണം ഞാൻ സെക്കൻഡറാബാദിൽ ജോലി ചെയ്ത് ജീവിച്ച ഒരു ആളാണ്. കുറച്ച് നാളത്തെ ഉണ്ടായിരുന്നു ഫാദറിൻ്റെ കൂടെ. എനിക്ക് തെലുങ്കന്മാരുടെ അവരുടെ വിശ്വാസങ്ങളും സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ശരിക്കും ഒരു ഹൈന്ദവ ബിലീവിങ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് കയറി വരുന്നത്. അപ്പോൾ അവർക്ക് ഈ ചേഞ്ചസ് ഉണ്ടായേക്കുന്ന, റിവൈവൽ ഉണ്ടായേക്കുന്നത് കഴിഞ്ഞ 15-20 വർഷം കൊണ്ടാണ് കയറി ഉണ്ടായത്. അപ്പോൾ അതിനകത്തുണ്ടായ സോഷ്യൽ റിഫോംസ്, റിലീജിയസ് സ്ട്രക്ചറിൽ ആന്ധ്രയിൽ നിന്ന്, തെലുങ്കാനയിൽ എന്ന് പറയുന്ന സ്റ്റേറ്റിനകത്ത് അതിനകത്ത് ഗ്രോത്ത് ഉണ്ടായേക്കുന്ന ഈ കൂട്ടർക്കാം. ഇതാണ് ബേസിക് ഇഷ്യൂ. അപ്പം നമ്മുടെ ഇപ്പോൾ അയൽവാസികൾ ആരെങ്കിലും ഒരാൾ താമസിച്ച് കഴിയുമ്പം അപ്പോൾ ആൾക്കാർ മോണിറ്റർ ചെയ്യുമല്ലോ. കാരണം അവൻ കൺവേർട്ട് ആവുന്നു, അവൻ്റെ സാമ്പത്തികം ഉയരുന്നു, അവൻ നല്ല സ്കൂളിൽ പഠിക്കുന്നു, അവൻ്റെ ലൈഫ് സ്റ്റൈൽ മാറുന്നു, അവൻ്റെ ഹൈജീൻ. ഇതും പറയുന്നുണ്ട്, ഹൈജീൻ. കാരണം വളരെ മോശമായ ഹൈജീനിലാണ്, അതായത് പരിസരത്താണ് ജീവിച്ചിരുന്നത്. അവർ നല്ല രീതിയിൽ വൃത്തിയും വെടിപ്പും സംഭവം. കാരണം ഈ സൂപ്പ് സാൽവേഷൻ ആണല്ലോ ക്രിസ്ത്യാനികളുടെ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പം നല്ല രീതിയിലുള്ള ആരോഗ്യം, ഹെൽത്തിനെ അവർ വലിയ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചർച്ച് ത്രൂ ആണ് ഇത് പഠിപ്പിക്കുന്നത്. ഇതാണ് ഈ ചേഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മാറ്റം എന്ന് പറയുന്നത്, ഇതിൻ്റെ റിപ്പോർട്ട് ഓൾറെഡി വന്നു. ഇതിന് ഉറപ്പായിട്ടും നാഷണലി വലിയ ഡിസ്കഷൻ ഉണ്ടാകും. എന്തുകൊണ്ടാണ് ഇത്രമാത്രം ബാക്ക്വേർഡ് ക്ലാസ് കൺവേർട്ട് ആവുന്നത്? ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. കാരണം ഹിന്ദു മതത്തിൽ നിൽക്കുന്ന കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഇതൊരു വലിയ ഫാക്ടറാണ്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെ പ്രശ്നമൊന്നും, എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നു, എല്ലാവർക്കും വരാൻ. ഈ പറയുന്ന അപ്പറിലാണെങ്കിൽ ഒരു കല്യാണം നടക്കും, സോഷ്യൽ ഗ്യാതറിങ്ങിൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു അക്സെപ്റ്റൻസ് ആ ഫാക്ടർ എന്ന് പറയുന്ന, ആഹാരം കിട്ടിക്കഴിഞ്ഞാൽ, ഷെൽട്ടർ കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ ഈ നിങ്ങളെ ഒരു സ്റ്റാറ്റസ് ഇവർ അംഗീകരിക്കുന്നില്ല എങ്കിൽ, അത് ഇവിടുത്തെ അപ്പർ കാസ്റ്റ് ഹിന്ദുക്കൾ അംഗീകരിക്കുന്നില്ല എങ്കിൽ, പിന്നെ അവിടെ ഉണ്ടാകുന്നത് അവൻ കൺവേർട്ട് ചെയ്യും. ഇതിവിടെ കൊടുക്കുന്ന ഹിന്ദുക്കളുടെ അപ്പർ കാസ്റ്റ് ഇവിടെ ഭരിക്കുന്നവർ കൊടുക്കുന്ന വലിയൊരു താക്കീതാണ് ഈ തെലുങ്കാനയിൽ നടക്കുന്ന ഈ സംഭവത്തിൻ്റെ ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത്. കാരണം ചർച്ചാണ് അവരോട് ആവശ്യപ്പെടുന്നത്. ചർച്ച വലിയ ക്യാമ്പയിൻ നടത്തി. ഏകദേശം 6 മാസം നീണ്ടുന്നൊരു ഒരു സർവേ. ചർച്ച എന്താ ക്യാമ്പയിൻ നടത്തി? നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ കള്ളം പറയരുത്. നിങ്ങളുടെ സാമ്പത്തികം അത് പൂർണ്ണമായിട്ടും പറയുക. നിങ്ങൾക്ക് റിസർവേഷൻ താല്പര്യമുണ്ടോ അത് എടുക്കുക. പക്ഷേ അതിൻ്റെ കള്ളത്തരം പറഞ്ഞ് നിങ്ങൾ റിസർവേഷൻ വാങ്ങരുത്. ഇത് ചർച്ച് ക്യാമ്പയിനാണ് കയറി ഏറ്റത്. അതുകൊണ്ടാണ് അവർ പരസ്യമായിട്ട് അവർ ക്രിസ്ത്യാനികളാണ് എന്ന്, ക്രിസ്ത്യൻ ബിലീവേഴ്സ് ആണെന്ന് അവർ പറയാൻ തുടങ്ങിയത്. ഇതാണ് ഭയങ്കര ചേഞ്ച്. കാരണം ഇപ്പോൾ നിങ്ങൾ കേരളത്തിലും മറ്റുള്ള ആൾക്കാർ പറയുന്നത് ഇവർ കൺവേർട്ട് ചെയ്തിട്ട് പറയത്തില്ല. പക്ഷെ ഓപ്പണായിട്ട് പറഞ്ഞു. ഇത് അവിടെ തുടങ്ങി ഈ സംഭവം ഇന്ത്യയിലെ പലയിടത്തും ഉണ്ടാകും. ഇനി മനസ്സിലാക്കാൻ മറ്റു പോയിട്ടുണ്ട്. അതായത് ഈ ഗ്രൂപ്പ് എന്ന് പറയുന്ന വലിയ സംഭവം ഇനിയും വരുമ്പോൾ ഇലക്ഷനിലൊക്കെ ആന്ധ്രയിൽ, കാരണം ഞാൻ സെൻസസ് നോക്കി മനസ്സിലാക്കിയപ്പോൾ അവരൊരു വോട്ട് ബാങ്ക് ആവും. കാരണം തൽക്കാലം ഇവർക്ക് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോടും താല്പര്യമൊന്നുമില്ല. ഇവരുടെ ക്രൈസ്റ്റ്, ഇവരുടെ വിശ്വാസമായിട്ട് അങ്ങനെ പോവുകയാണ്. പക്ഷേ ഫ്യൂച്ചറിൽ ഇതൊരു പൊളിറ്റിക്കൽ ബ്ലോക്ക് ആകാൻ സാധ്യതയുണ്ട്. ഇതനുസരിച്ചായിരിക്കും തെലുങ്കാനയുടെ രാഷ്ട്രീയം മാറി മറിയുക. കാരണം ചന്ദ്രശേഖർ റാവു കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ ഇതിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയാണ്, ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? കാരണം സെൻസസിനകത്ത് ഇത്രയും കള്ളം പറയാൻ പറ്റത്തില്ല. അപ്പോൾ യാഥാർത്ഥ്യം എന്താണ്? അവിടെ പുരോഗതി ഉണ്ടായിട്ടുണ്ട്, അവിടെ ഡെവലപ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്, അവിടെ മാസീവായിട്ടുള്ള കൺവേർഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന, അതായത് തെലുങ്കാന എന്ന് പറയുന്ന സ്റ്റേറ്റ്, അടുത്തിടയ്ക്ക് ഫോർമേഷൻ ആയതേ ഉള്ളൂ സ്റ്റേറ്റ്, അവിടെ ഉണ്ടായിരിക്കുന്ന ഈ മാറ്റം മറ്റുള്ള സ്റ്റേറ്റ്, കാരണം അവർ വിളിച്ചു പറഞ്ഞു ഞാൻ ക്രിസ്ത്യനാണ് എന്ന് പറയുന്നത്, മറ്റുള്ള സ്റ്റേറ്റുകളിൽ, ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ
ഇതേപോലെ ഉണ്ടാകാനുള്ള സാഹചര്യം കൂടുതലാണ്. കാരണം അവർ പറയും ഞങ്ങൾക്ക് റിസർവേഷൻ വേണ്ട, ഞങ്ങൾ ഫൈനാൻഷ്യലി വെല്ലാണ്, ഞങ്ങൾക്ക് എഡ്യൂക്കേഷനുണ്ട്, ഞങ്ങൾ കോമ്പറ്റ് ചെയ്യാൻ തയ്യാറാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ റിസർവേഷൻ താല്പര്യമില്ല, ഞങ്ങൾ ഓപ്പൺ മെറിറ്റിലും ഓപ്പൺ സംഭവത്തിലും ഞങ്ങൾ വന്നോളാം, ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക സഹായം വേണ്ട. ഇതൊരു ബേസിക്കലി റവല്യൂഷനാണ്. ബേസിക്കലി ഇന്ത്യൻസ് അങ്ങനല്ല. എവിടെ കിട്ടിയാലും അവിടെ കള്ളത്തരമായ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാക്കി മേടിച്ച് പല റിസർവേഷനൊക്കെ മേടിച്ച് നമുക്കിത് കാണാൻ സാധിക്കും. അതിൽ നിന്നൊരു വ്യതിചലിക്കുന്ന ഒരു സമ്പ്രദായം തെലുങ്കാനയിൽ കാണുന്നത് അത് മറ്റുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും കാണാൻ പോകുന്നതിൻ്റെ ഒരു തുടക്കമാകും എന്നാണ് എൻ്റെ ഒരു കരുതൽ.